ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന 23/12/2023 നടന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC അതിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപ്രകാരം നമ്മൾ ആൻസേഴ്സ് ചെക്ക് ചെയ്യുകയാണ്. കാറ്റഗറി നമ്പർ 188/2023. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും ഇത് NCERT നോട്ടുകളുടെ ഒരു എന്താ പറയുക ഒരു ആറാട്ട് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവർ വിപ്ലവം നയിച്ച സ്ഥലങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഒന്നിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, നാനാ സാഹിബ് കാൺപൂര്. 2 ഏതാണ്, മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്. കൺവർ സിംഗ് എവിടെയാണ്, ആരയിൽ. ബീഗം ഹസരത്ത് മഹൽ ലക്നൗ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതെല്ലാം. രണ്ടാമത്തേൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം എന്നുള്ളതാണ് ശരി. ക്വസ്റ്റ്യൻ നമ്പർ 3, കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ഏതാണ്. ബേപ്പൂർ തിരൂർ എന്നുള്ളതാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 4, ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്. ടി പ്രകാശം അല്ലേ. അടുത്തത്, ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം എന്തുമായിട്ട് അല്ലെങ്കിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 5ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അറ്റോണിയോ ഗുട്ടറസ് ഏതു രാജ്യക്കാരനാണ്. 6ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പോർച്ചുഗീസ്. ക്വസ്റ്റ്യൻ നമ്പർ 7, അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന എന്തെല്ലാം വാചകങ്ങൾ ശരിയാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ തിരഞ്ഞെടുക്കുക. 8ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 9, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാത ഏത്. 9ൻ്റെ ആൻസർ വരുന്നത് സി ആണ്, NW3. മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ ഏതെല്ലാം. 10ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. 11, ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റ് ഏതാണ്. ഓപ്ഷൻ ഡി ആണ്, നോർവെസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 12, ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം ഏതാണ്. 12ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, കൊൽക്കത്ത. 13, ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത്. 13ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, ബഡ്ജറ്റിലും നിസ്സംഗതാവക്കവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ. 14, ആസ്തികളിൽ ഏറ്റവും ലിക്വിഡായ രൂപമേത്. 14ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. 15, ഒരു വ്യക്തിയുടെ വരുമാനം ഇതിൽ ഏതാണ്. 15ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണ്. 16ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 17, കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ ഏതെന്നാണ് 17 ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻ എ ആണ്. 18, ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്നത്. 18ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 19, ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്. 19ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. 20, 73 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്. 20ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 21, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയേത് എന്നാണ് 21 ചോദിച്ചിരിക്കുന്ന ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 22, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയേത്. ഓപ്ഷൻ സി ആണ്. 23, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയേതെന്നാണ് 23ഉം ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്തതും ശരിയായ പ്രസ്താവനയാണ്. ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകളുടെ ഒരു ആറാട്ട് തന്നെയാണ്, അതും ഒരു ആറാട്ട് തന്നെയാണ് അല്ലേ. ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷൻ കുറേയൊക്കെ കൂടും അല്ലേ. അപ്പോൾ 24ൻ്റെ ആൻസർ വരുന്നതാണ് ഓപ്ഷൻ ബി ആണ്. 25, 25ൻ്റെ ആൻസർ വരുന്നതും ഓപ്ഷൻ ഡി ആണ്.
ക്വസ്റ്റ്യൻ നമ്പർ 26 26ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 27ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 28 ഓപ്ഷൻ എ വരുന്നു. 29ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 30ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 31ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 32ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ വരുന്നു. 33ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 34 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 35ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 36ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 37ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്തത് 38ൻ്റെ ആൻസർ വരുന്നതും ഓപ്ഷൻ എ വരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 39 ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 40 ഓപ്ഷൻ സി ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 41 ഓപ്ഷൻ എ ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 42ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 43ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 44ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 45ൻ്റെ ആൻസറും ഓപ്ഷൻ ബി ആണ് വരുന്നത്. 46ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 47ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 48 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 49ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 50ൻ്റെ ആൻസർ വരുന്നതും ഓപ്ഷൻ സി ആണ്. 51 മാത്സ് ആണ്. 51ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വരുന്നു. 52 ഓപ്ഷൻ എ വരുന്നു. 53ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 54ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി വരുന്നു. 55 ഓപ്ഷൻ സി ആണ് വരുന്നത്. 56ൻ്റെ ആൻസർ വരുന്നതും ഓപ്ഷൻ സി ആണ്. 57ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. 58 ഓപ്ഷൻ സി വരുന്നു. 59 ഓപ്ഷൻ ബി ആണ് വരുന്നത്. 60ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. 61ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. 62 ഓപ്ഷൻ എ. 63 ഓപ്ഷൻ ഡി. 64 ഓപ്ഷൻ ബി വരുന്നു. 65 ഓപ്ഷൻ എ ആണ് വരുന്നത്. 66 ഓപ്ഷൻ ബി വരുന്നു. 67ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടയാളപ്പെടുത്തി ഇവിടെ തെറ്റിപ്പോയി. ഇവിടെയാണ് 67 ഓപ്ഷൻ ഡി വരുന്നു. 68ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. 69ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 70ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 71 തൊട്ട് മലയാളമാണ്. 71ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 72ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 73 ഓപ്ഷൻ ബി ആണ് വരുന്നത്. 74ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 75 ഓപ്ഷൻ എ വരുന്നു. സ്മരിക്കുകയുടെ വിപരീത പദം വിസ്മരിക്കുക. 76ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. 77 ഓപ്ഷൻ ബി വരുന്നു. 78ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 79 ഓപ്ഷൻ സി ആണ് വരുന്നത്. 80ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി 81ലേക്ക് പോകാം. 81ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. 82 ആൻസർ വരുന്നതും ഓപ്ഷൻ ബി ആണ്. 83ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 84 ഓപ്ഷൻ സി ആണ് വരുന്നത്. 85ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 86ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 87 വരുന്നത് ഓപ്ഷൻ സി ആണ്. 88 ഓപ്ഷൻ എ വരുന്നു. 89ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 90 ഓപ്ഷൻ സി ആണ് വരുന്നത്. 91ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 92 ഓപ്ഷൻ എ വരുന്നു. 93ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. 94ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 95ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 96 ഓപ്ഷൻ ബി വരുന്നു. 97ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 98 ഓപ്ഷൻ ഡി. 99 ഓപ്ഷൻ സി ആണ് വരുന്നത്. 100ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പരീക്ഷയെക്കുറിച്ച് പറയുവാണെങ്കിൽ പരീക്ഷ കുറേയധികം ടഫായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനൊക്കെ അതൊക്കെ വളരെ പ്രയാസമായിട്ടാണ് എനിക്ക് തോന്നിയത്.
എന്നിരുന്നാലും എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.